ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ എനിക്ക് ഒരുപാട് കുർത്തി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സംസ്കൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൊട്ടീക്കിൽ നിന്ന് ഷൂട്ടിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് ആണ്. കുർത്തീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുരിദാർ ടൈപ്പായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ ഇത് ഞാൻ ആക്ച്വലി അവർക്ക് അങ്ങനെ കൊച്ചിയിലൊരു ഷോപ്പിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വേറൊരു ചേട്ടനെ കൊണ്ടൊക്കെ ഇടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് DTDCയിൽ കൊറിയറൊക്കെ ഇടിപ്പിച്ചാണ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു നിങ്ങളുടെ മുമ്പിൽ വെച്ച് അൺബോക്സ് ചെയ്യണം. പിന്നെ ഒന്നും എൻ്റെ സൈസല്ല കേട്ടോ, കാരണം എൻ്റെ സൈസുള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ലാർജ്, മീഡിയം ആ ഒരു സൈസൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ്. ഞാനും ജസ്റ്റ് ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ എന്തായാലും ഞാനിതൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും അൺബോക്സിങ് എനിക്കൊരു വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പാഴ്സൽ കവറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഭയങ്കര തുമ്മൽ വരുന്നു കേട്ടോ. അയ്യോ, ഇത് ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ആക്ച്വലി ഇതിൽ അജ്രക്ക് പ്രിൻ്റ് ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞതിനെ കുറിച്ചൊന്നും അറിയില്ല. അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു യെല്ലോ കുർത്തിയാണ് വരുന്നത്. അടിപൊളിയാണ്. സൈസ് വരുന്ന എക്സ്ട്രാ ലാർജ് ആണ്. എൻ്റെ സൈസ് കറക്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ XS ആണ്, അല്ലെങ്കിൽ S ആണ്. എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ സ്മോൾ ആണ്. ഫസ്റ്റ് തന്നെ അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു കോളർ നെക്കാണ് വരുന്നത്. എനിക്ക് കോളർ നെക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോളർ നെക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന്. സോ ഇതാണ് ഫസ്റ്റ് കുർത്തി വരുന്നത്. കുർത്തി മാത്രമല്ല, അതിൻ്റെ കൂടെ പാൻറ്റും ഉണ്ട്. കുർത്തി എനിക്ക് തോന്നുന്നു കോഡ് സെറ്റ് പോലത്തെ ടൈപ്പാണ് തോന്നുന്നു കേട്ടോ. ഒരു പാൻറ്റും വരുന്നുണ്ട് അതിൻ്റെ കൂടെ. നമുക്ക് വേണമെന്നുവെച്ചെങ്കിൽ സൈസ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണെന്ന് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ സൈസ് കൂട്ടാനുള്ള ആൾക്കാർക്കാണെങ്കിൽ എലാസ്റ്റിക് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ നല്ല ഭംഗിയുള്ള സംഭവം. അടിപൊളി കുർത്തിയാണ്. കണ്ടല്ലോ, ഇതേ മുകളിലും താഴത്തേക്ക് ഈ സെയിം വർക്ക് തന്നെയാണ്. ഇതാണ് കുർത്തി വരുന്നത്. സെക്കൻഡ് വൺ, ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ കാണിക്കാവേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കളർ ഇഷ്ടപ്പെട്ട ഇതാണെന്ന് തോന്നുന്നു. ഈ പറയണ അജറക്കോ അങ്ങനെ എന്തോ ഒരു പ്രിൻ്റ് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ എന്തൊരു മെറ്റീരിയൽ അജറക്ക എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ തെറ്റാ പറയുന്നത് വെച്ചെങ്കിൽ നിങ്ങളൊന്നും പറയരുത്. ഇതാണ് അടുത്ത കുർത്തി വരുന്നത്. കൊള്ളാം അല്ലേ? ഇതൊരു ബ്ലാക്കും റെഡും ഇതായിട്ടാണ്. പണ്ട് എനിക്ക് ഇതുപോലത്തെ ഒരു കുർത്തി ഉണ്ടായത് കേട്ടോ. അത് കുർത്തിയാണ്. ഇത് പാൻറ് കാര്യങ്ങളൊന്നുമില്ല. ഒരു വീനക്കാണ് വരുന്നത്. വർക്ക് ഇതേ കണ്ടോ, ഇങ്ങനൊരു വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ സൈസും വരുന്നത് ലാർജാണ്. ഇതൊക്കെ എനിക്ക് ഓൾട്രേഷൻ ചെയ്യണം കേട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ഞാൻ ഇനി ഷൂട്ടിന് യൂസ് ചെയ്യാനാണ്. എന്തായാലും ഇതൊന്ന് ഓൾട്രേഷൻ ചെയ്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ കുഴപ്പമില്ല. വലിയ വർക്ക് ഇവിടേക്കൊന്നും വരാത്ത കാരണം താഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആൻഡ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് ബിക്കോസ് ഓഫ് ദിസ് പിങ്ക് കളർ. ഇത് ഫ്രെയിമിലോട്ടാണെങ്കിലും നല്ല രസമായിരിക്കും. ഇതും വരുന്നത് എങ്ങനെയാണ്, വലിയ സൈസാണ് കേട്ടോ ഈ സംഭവം. എൻ്റെ മുഖം വെച്ച് നോക്കി. ഇതൊക്കെ ഞാൻ ഇതിന് ഓൾട്രേഷൻ ചെയ്യണം, കാരണം അവരുടെ കയ്യിൽ ആ സൈസ് ഇല്ല. അപ്പോൾ ഉള്ളത് ആ ചേച്ചി എനിക്ക് തന്നതാണ്. പക്ഷേ ചേച്ചി ടൈം തരികയാണെങ്കിൽ നമുക്ക് സൈസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് പെട്ടെന്ന് വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു സൈസ് എടുത്തുകൊണ്ട് വന്നത്. ഒരു ഫ്ലോറൽ ടൈപ്പാണ്. എനിക്ക് തോന്നുന്നത് ഇത് A-ലൈൻ ടൈപ്പാണ്. അതെ, സ്ലീവ് ഒന്നുമില്ല. കണ്ടോ, ഇങ്ങനത്തെ ഒരു നെറ്റാണ് വരുന്നത്. നെറ്റല്ല, ഒരു നെക്കാണ് വരുന്നത്. ഒരു ഫ്രില്ലൊക്കെ ആയിട്ടുള്ളത് കണ്ടോ, കൊള്ളാം. ഇതിൻ്റെ കൂടെ നമുക്ക് പാൻറ്റും ഉണ്ട്, ഷോളുണ്ട്. സോറി, ഇതിൻ്റെ കൂടെ പാൻറ്റല്ല, ഷാളുണ്ട്. ഇത് 2 സെറ്റായിട്ടാണ് വരുന്നത്. ഇതൊരു വീനെക്ക് ടൈപ്പാണ്. ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. വാവ്, ഷോളിലും ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ലേസ് ഉണ്ട്. എനിക്കറിയില്ല, എനിക്ക് പിങ്ക് ഇടുന്ന സമയത്ത് എനിക്ക് എപ്പോഴും എല്ലാവരും പറയും ഗേൾസിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടം പിങ്ക് തന്നെയാണല്ലോ അങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും പിങ്ക് ഇടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു പ്രത്യേകതരം ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അതെ, ആ ബ്ലാക്കിൻ്റെ പോലത്തെ തന്നെ ഒരു സെയിം ടൈപ്പാണ് വരുന്നത്. ഇതിന് പാൻറ് ഉണ്ട് കേട്ടോ, സെയിം. മറ്റേ പാൻറ് ഇല്ലായിരുന്നോ? ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. ആ സെയിം സംഭവത്തിൻ്റെ ഒരു കളർ ചേഞ്ച് പോലത്തെയാണ് കേട്ടോ വരുന്നത്. ബ്ലാക്ക് നമ്മൾ കണ്ടില്ലായിരുന്നോ?
താഴത്തേക്ക് ഇത് സ്ലിറ്റൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് വരുന്നത്. ഒരു 3/4 സ്ലീവാണ് വരുന്നത്. സ്ലീവിൻ്റെ അവിടെ ഒരു മിറർ വർക്കാണ് കേട്ടോ വരുന്നത്. ഉണ്ടോ, കൊള്ളാലേ? ഇതൊക്കെ ഞാനിട്ടാൽ നല്ല അടിപൊളിയായിരിക്കില്ലേ? അതിലേക്കുള്ള ഇതിലേക്ക് ഷോളും ഉണ്ട്, പാൻറ്റും ഉണ്ട് കേട്ടോ. നല്ല കോട്ടൺ ആണേ. ഇതാണ് ഒരു പെൻസിൽ പാൻറ് പോലത്തെ, സിഗരറ്റ് പാൻറ് പോലത്തെ ഒരു ടൈപ്പ് ഒക്കെ തോന്നുന്നു വരുന്നത്. ആൻഡ് എനിക്ക് ഡ്രസ്സിനെ കുറിച്ചൊക്കെ അറിയാത്ത കാരണം ഇത് ഏതാ ടൈപ്പ്, ഇത് ഏതാ മോഡൽ എന്നൊന്നും പറയാൻ അങ്ങനെ അറിയില്ല കേട്ടോ. നല്ലൊരു ഷോൾ വരുന്നുണ്ട്, കോട്ടൺ തന്നെയാണ്, അടിപൊളി. സത്യം പറഞ്ഞാൽ ഇത് ഇതാക്കിയിട്ടൊന്നുമില്ല. അമ്മ ഇത് അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ നോക്കണം, കാരണം അമ്മയ്ക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതേപോലത്തെ ഞാൻ എത്ര നാളായെന്നറിയും ഇതുപോലത്തെ ഇട്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊക്കെ ഇതുപോലത്തെ ഡ്രസ്സ്, ജീൻസ്, ടോപ്പ്, പിന്നെ കുർത്തി ആണെങ്കിലും ലെഗിൻസും ടോപ്പും എന്നുള്ള രീതിക്കല്ലേ ഇടാറ്. ഇത് വന്നപ്പോൾ നല്ല അടിപൊളി. ഇത് വേറെ ഒരു സെയിം പാൻറ്റും ടോപ്പും വരുന്നതാണ്. അടിപൊളി, നല്ല രസമുണ്ട് കാണാം. ഇതിലും ഈ ഒരു മിററിൻ്റെ സംഭവമാണ് കേട്ടോ വരുന്നത്, വർക്ക് വരുന്നതുണ്ടോ. ഇതൊരു സ്ലിറ്റൊക്കെ ഉള്ളൊരു ടൈപ്പ് കുർത്തിയാണ്, കൊള്ളാം. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ടൈപ്പ് പാൻറ്റും വരുന്നുണ്ട്, സെയിം. കോട്ട് സെറ്റ് എന്നാണോ അതിന് പറയുന്നത്? എല്ലാത്തിലും നമുക്കിത് ഇനിയിപ്പോൾ ലൂസ് ആക്കണ വെച്ചെങ്കിലോ ടൈറ്റ് ആക്കണ വെച്ചെങ്കിൽ ത്രെഡ് ഉണ്ട്, ലൂസ് ആക്കണ വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഇതാക്കണ വെച്ചെങ്കിൽ നല്ല എലാസ്റ്റിക്കും ഉണ്ട്, കൊള്ളാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാക്കറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് പാക്കറ്റ്. എനിക്ക് ആക്ച്വലി ഇത് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ട്. കാരണം പണ്ട് ഞാൻ ഇതുപോലെ ഒരു ഡ്രസ്സ് ഇങ്ങനെ കട്ട് ചെയ്യണ സമയത്ത് ഉള്ളിലത്തെ ഡ്രസ്സും കൂടി കട്ടായിപ്പോയി. അപ്പോൾ അതിനുശേഷം എനിക്ക് പൊട്ടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഉള്ളിലുള്ള എന്തെങ്കിലും ഇതുപോലെ ആയിപ്പോവോ എന്നുള്ളൊരു പേടി നന്നായിട്ടുണ്ട്. അയ്യോ, ഇതിപ്പോൾ എന്ത് പറ്റി? ഇത് പ്രേതോ? സോറി ഗൈസ്, ഞാൻ ആ കവർ ഇട്ടപ്പോൾ അത് ഇങ്ങോട്ടേക്ക് നീങ്ങിയതാണ്, ക്ഷമിക്കണം. തന്നെ നീങ്ങുന്നേ. നീങ്ങുന്നൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, സോറി ഗൈസ്, പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. പിന്നെ DTDCയിലാണ് കൊറിയർ അയച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 1 ഡേയുടെ ഉള്ളിൽ ഇന്നലെ അയച്ചു, ഇന്ന് കിട്ടി. വളരെ പെട്ടെന്ന് കിട്ടി. DTDC അടിപൊളിയാണ് കേട്ടോ കൊറിയർ സർവീസ്. പക്ഷേ വീട്ടിലോട്ടൊന്നും ഇങ്ങോട്ടേക്ക് അതിൻ്റെ ഒന്നും ഒരു ഡെലിവറി ഇല്ല, ഹോം ഡെലിവറി ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ആൻഡ് അയ്യോ സോറി കേട്ടോ, ഞാൻ പറഞ്ഞ പിങ്ക് ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ആ പിങ്കിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ വേറൊരു പെൺകുട്ടി ഇട്ടുള്ള എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടു, ചെറിയ സൈസ്. എൻ്റെ സൈസ് ഇല്ലാത്ത കാരണം ഞാൻ ഇത്രയും ചെറിയ സൈസായ കാരണമാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്, വിത്ത് ലൈനിങ്ങും കൂടി ഇതിന് വരുന്നുണ്ട്. സൂപ്പർ. ഇതാണ് ഞാൻ പറഞ്ഞ ഫേവറേറ്റ്. ഇത് എൻ്റെ സൈസിനേക്കാളും വലുത് തന്നെയാണ്, XL വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്കിയതാണ്. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിലേക്ക് ഇതേപോലത്തെ ഒരു ഷോള് വരുന്നുണ്ട്, കോട്ടൺ മിക്സ് ആണ് വരുന്ന ഷോള്. ഈ പുതിയ തുണിയുടെ മണം നല്ല രസമാണ് കേട്ടോ. ഞാൻ ഈ ഷോള് വരുന്ന അതിൻ്റെ തന്നെ പാൻറ്റ് ഇതേ സെയിം. ഇത് പിന്നെ ഫുൾ എലാസ്റ്റിക് ആണ്, ഭാഗ്യം. ഇതെൻ്റെ സൈസാണ്. ദെൻ ഒരു റെഡാണ്, നമ്മുടെ ക്രിസ്മസ് സൈഡിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പ് അല്ലേ, അല്ലെങ്കിൽ വാലൻറ്റൈൻസ് ഡേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പ് ഒരു കുർത്തിയാണ് വരുന്നത്. എയർലൈൻ കുർത്തിയാണ്, സ്ലിറ്റ് ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു നെക്കാണ് വരുന്നതിന്. ഉണ്ടോ? കുഴപ്പമില്ല, നല്ല ഇങ്ങനെ സെറ്റായിട്ട് ഉദിച്ച് നിൽക്കും. പക്ഷെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് യൂസ് ചെയ്യാറ്. പക്ഷെ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോട്ടൺ ടൈപ്പാണ്. അടിപൊളി വേറൊരു സാധനം വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും അടിപൊളിയായിട്ട് തോന്നിയില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര അടിപൊളിയായിട്ട് തോന്നണമെന്നില്ല, പക്ഷെ അത് അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും അവരുടെ പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾ എന്തായാലും കസ്റ്റമൈസേഷനും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. സംസ്കൃതി ബൈ കൃഷ്ണപ്രിയയുടെയാണ്.
ഇതാണ് സംഭവം വരുന്നത്. നല്ല രസമുണ്ട്. ഇത് സൈസ് വരുന്നത് 40 കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മീഡിയം ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അത് എൻ്റെ കുഴപ്പമില്ല, എനിക്കൊരു ഇത്തിരി ഓൾട്രേഷൻ ചെയ്താൽ മതി. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു ഇങ്ങനത്തെ നെക്കാണ് വരുന്നത്. പിന്നെ സ്ലിറ്റൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പാൻറ്റും വരുന്നുണ്ട്. ഇത് ആ ഒരു കോട്ടൺ ടൈപ്പ് തന്നെയാണ് വരുന്നത്. എലാസ്റ്റിക്കും ത്രെഡും ആയിട്ടുള്ളൊരു പാൻറ്റ് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി അല്ല, ഒരെണ്ണം കൂടിയുണ്ട്. ഈ ഒരു ടൈപ്പാണ്, ഈ ഒരു ഇതിന് എന്താ പറയുക, ജോർജറ്റാണോ എന്താണെന്ന് അറിയില്ല. ഈ ഒരു ടൈപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. മെജോറിറ്റി ബൊട്ടീക്സിലും അങ്ങനത്തെയാണ്. പക്ഷെ അത് നല്ല, അയ്യോ ഇത് ഞാൻ സീരിയസ്ലി ഇത് ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് ഓക്കെ എന്തായാലും ഷൂട്ടിന് ഇടാലോ എന്ന് വിചാരിച്ച് വേണ്ടി മാത്രം എടുത്തതാണ്. നല്ല ഭംഗി, നല്ല രസമുണ്ട് കണ്ടോ. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ, പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു എ ലൈൻ കുർത്തിയാണ് വരുന്നത്, സ്ലിറ്റൊന്നുമില്ല, അടിപൊളി. ഒരു പേസ്റ്റൽ കളറാണ്. ആക്ച്വലി സീരിയൽസിലൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡാർക്ക് കളേഴ്സാണ്, പേസ്റ്റൽ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള കുർത്തി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ സീരിയസ്ലി, കാരണം ഇതെനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്ര വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വലിയ രീതിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേണമെങ്കിൽ വേണ്ട എന്ന് പറയാൻ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ട്. അവസാനം എനിക്ക് ചുമല വേണം എന്നൊക്കെ പറയുന്ന പോലെ റെഡ് കുർത്തിയാണ്, എ ലൈൻ കുർത്തിയാണ് വരുന്നത്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. അതിൻ്റെ ഷോളും വരുന്നുണ്ട് കേട്ടോ. ഇത് ആ ചേച്ചി പറഞ്ഞായിരുന്നു, മഞ്ജു വാര്യരുടെ ഏതോ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സംഭവം. നെക്ക് മാത്രം കുറച്ച് മാറ്റി ഷോളൊക്കെ അതേപോലെ ആക്കിയിട്ട്. റെഡിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണല്ലേ. ചില ആൾക്കാർക്കൊന്നും റെഡ് തീരെ ഇഷ്ടപ്പെടില്ല. പക്ഷെ റെഡ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, വേറെ ലെവല്, വേറെ ലുക്ക്. ഇതിൻ്റെ ഇവിടെ കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അയ്യോ അടിപൊളി സെറ്റ് സാധനം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, അപ്പോൾ ഇതെല്ലാം എനിക്ക് തന്നിരിക്കുന്നത് സംസ്കൃതി കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൊട്ടീക്കിൽ നിന്നാണ്. പേജ് ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ എന്തായാലും വെരി സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റിയാണ്. സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കണ്ടപ്പോൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത്രയും ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ കൊള്ളാം കേട്ടോ. കാരണം ഫോട്ടോ എനിക്ക് അവിടുത്തെ ഒരു ചേട്ടൻ പോയിട്ട് എടുത്ത് അയച്ചു തന്ന ഫോട്ടോ, അപ്പോൾ ഫോണിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഇട്ട് ഞാൻ കാണിച്ചു തരാം, നല്ല അടിപൊളിയാണ്. Anyway, thank you so much. Thanks for watching guys. Bye bye.